നടൻ ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച വാഹനം സേലത്ത് അപകടത്തിൽപ്പെട്ടു. ബംഗളൂരു യാത്രക്കിടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് CP ചാക്കോ മരിച്ചു. ഷൈന് പരിക്കുണ്ട്. എതിർദിശയിൽ നിന്ന് വന്ന ലോറിയുമായി ഇടിച്ചാണ് അപകടമുണ്ടായതെന്ന് ഷൈൻ ടോം ചാക്കോയുടെ മാനേജർ ഹുവൈസ് 24 പറഞ്ഞു. അത് സേലത്ത് വെച്ചിട്ടായിരുന്നു. സേലം കഴിഞ്ഞിട്ട് ഒരു 20 കിലോമീറ്റർ പോലെ ഒരു ധർമ്മപുരിക്ക് അടുത്തായിട്ട് വേറൊരു വണ്ടി വന്ന് ഫ്രണ്ടിൽ കയറിയതാ. ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടന്റെ മമ്മി ഡാഡി പിന്നെ അനിയനും പിന്നെ ചേട്ടന്റെ അസിസ്റ്റന്റ് ഉണ്ട് പാച്ചു എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ വണ്ടി ഓടിച്ചിരുന്നത്. ചേട്ടൻ ഇപ്പൊ ഓപ്പറേഷന് ഇത് ചെയ്തേക്കാണ് തെറ്റിയിട്ട് ധർമ്മപുരി മെഡിക്കൽ കോളേജിൽ. ശ്യാംകുമാർ ആ വാർത്തയുടെ വിവരങ്ങൾ ചെയ്യുന്നുണ്ട്. ശ്യാം, അങ്ങേയറ്റം ദാരുണമായ സംഭവമായി പോയി. മാത്രമല്ല ആ വാഹനം കണ്ടാൽ വലിയ അപകടമായിരുന്നു. ശ്യാം, ഹാഷ്മി, തീർച്ചയായും ആ വാഹനം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് ഷൈൻ്റെ അസിസ്റ്റന്റാണ് ആ വാഹനം ഓടിച്ചിരുന്നത് എന്നും ലോറിയാണ് വന്ന് അതിലിടിച്ചതെന്നും സ്ഥിരീകരിക്കുന്നുണ്ട്. അപകടത്തിലാണ് ഷൈൻ്റെ പിതാവ് CP ചാക്കോ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ധർമ്മപുരി ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയ്ക്ക് ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അപകടത്തിൽ ഷൈനും അമ്മയ്ക്കും പരിക്കേറ്റിരുന്നു. ഷൈൻ്റെ വലത് കൈക്കാണ് ഒടിവ് സംഭവിച്ചത്. ഷൈനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അമ്മയെയും പരിക്കേറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഷൈൻ്റെ സഹോദരൻ സ്ഥലത്തുണ്ട്. അപകടവിവരം അറിഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് ഷൈൻ്റെ സഹോദരിമാരും ബന്ധുക്കളുമടക്കം തമിഴ്നാട്ടിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ ബാംഗ്ലൂരിലേക്ക് പോകും വഴിയാണ് അപകടമുണ്ടായത് എന്നുള്ളതാണ് വിവരം. ഷൈൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് കുടുംബസമേതം അവർ ബാംഗ്ലൂരിലേക്ക് പോയത്. ഇതിനിടയിലാണ് ഈ അപകടം സംഭവിക്കുകയും ഷൈൻ്റെ പിതാവിന് മരണം സംഭവിക്കുകയും ചെയ്തതെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ശ്യാംകുമാറാണ് ആ അപകടത്തിൻ്റെ വാർത്ത നൽകിയത്. എതിർദിശയിൽ വന്ന ഒരു ലോറി ഇടിച്ചാണ് അപകടം ഉണ്ടായത്. അതിന് അമിത വേഗത ഉണ്ടായിരുന്നോ, എന്താണ് കൃത്യമായ അപകട കാരണം എന്നൊക്കെ അന്വേഷണത്തിൽ വ്യക്തമാവട്ടെ. ഷൈന് എത്രയും പെട്ടെന്ന് പരിക്കുമാറി ഭേദമാവട്ടെ. എന്തായാലും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയാണ്.